പറയാം. നികിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ള കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ ജനിച്ചു വളർന്ന നികിത സാമ്പത്തിക ശാസ്ത്രത്തിൽ MA പൂർത്തിയാക്കിയതിനു ശേഷമാണ് അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത്. നിർമ്മാതാവ് D. രാമൻ നായിഡു ആണ് നികിതയെ കണ്ടെത്തുന്നതും അവർക്ക് സിനിമയിൽ അവസരം കൊടുക്കുന്നതും. എന്നാൽ ആദ്യ സിനിമ തന്നെ നികിതയ്ക്ക് സമ്മാനിച്ചത് വലിയൊരു നേട്ടമായിരുന്നു. ആദ്യ സിനിമയ്ക്ക് ശേഷം നികിതയുടെ കരിയർ ഉയർന്നു. പിന്നീട് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിങ്ങനെ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷാ സിനിമകളിലും അവർ അഭിനയിക്കുകയും ചെയ്തു. ഫഹദ് ഫാസിലിൻ്റെ ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്തിലൂടെയാണ് നികിത മലയാളത്തിലേക്ക് അരങ്ങേറുന്നത്. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായും നികിത ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബസ് കണ്ടക്ടറിലായിരുന്നു ഇതിൽ പ്രധാന വേഷം ചെയ്തിരുന്നത്. കൂടാതെ ഭാർഗവചരിതം, മൂന്നാം ഖണ്ഡം, ഡാഡി കൂൾ, MLA മണി, 10ാം ക്ലാസും ഗുസ്തിയും എന്നീ ചിത്രങ്ങളിലും മലയാളത്തിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് വിവാഹിതനായ ഒരു നടനുമായി നികിത പ്രണയത്തിലാവുന്നത്. ഈ ബന്ധം നടിയുടെ കരിയർ തകരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കന്നഡ നടൻ ദർശനുമായിട്ടാണ് നികിത പ്രണയത്തിലായത്. ആ സമയത്ത് ദർശൻ വിവാഹിതനായിരുന്നു. നികിതയും ദർശനുമായുള്ള ബന്ധം ഇൻഡസ്ട്രിയിലെ പ്രധാന സംസാര വിഷയമായതോടെ ദർശനെതിരെ ആക്രമണത്തിനും ഗാർഹിക പീഡനത്തിനും ആരോപിച്ച് ഭാര്യ വിജയലക്ഷ്മി കേസ് കൊടുത്തു. ഇതോടെ നടൻ ദർശൻ ജയിലിലുമായി. വിവാഹിതനായുള്ള ഒരു പുരുഷനുമായി പ്രണയത്തിലായതും ദർശന്റെ കുടുംബജീവിതം തകർത്തതും നികിതയാണെന്ന ആരോപണവും ശക്തമായി. ഇതോടെ വലിയ ആഘാതമാണ് നടിക്ക് നേരിടേണ്ടി വന്നത്. നടിയുമായുള്ള ഭർത്താവിൻ്റെ ബന്ധത്തെക്കുറിച്ച് ദർശന്റെ ഭാര്യ കന്നഡ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിലും പരാതി നൽകി. സഹനടന്റെ കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി എന്ന ആരോപണത്തിൽ നടി നികിതയെ കന്നഡ സിനിമയിൽ നിന്നും 3 വർഷത്തേക്ക് വിലക്കിയതിന് കാരണമായി എന്നാണ് റിപ്പോർട്ട്. പിന്നീട് വിലക്ക് നീക്കിയെങ്കിലും നികിതയുടെ കരിയർ അപ്പോഴേക്കും തകർന്നിരുന്നു. അധികം വൈകാതെ തന്നെ നടി അഭിനയം ഉപേക്ഷിച്ച് ഗ്ലാമർ ലോകത്ത് നിന്നു മാറി. വ്യവസായിയായ ഗഗൻദീപ് സിംഗ് മാഗോയെ 2017 വിവാഹം കഴിച്ചു. ഇപ്പോൾ ഒരു മകൾക്ക് ജന്മം കൊടുത്ത് കുടുംബിനിയായി കഴിയുകയാണ്. എന്നിരുന്നാലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മറന്നുകളയാൻ പറ്റാത്ത നായികമാരിൽ ഒരാളാണ് നികിത.